എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ചിന്തകൾ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതുപോലെ നമ്മുടെ ശരീരം നമ്മുടെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നു, രണ്ടും തമ്മിൽ ഒത്തിരി കണക്റ്റഡ് ആണ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ശരീരത്തിനും ഇടയിൽ ഒരു പാലമുണ്ട്. ആ പാലം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് ശരീരത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ആഴത്തിൽ നമ്മൾ ഇന്നൊന്ന് നോക്കാൻ പോവാണ്. അപ്പൊ ഞാനിന്ന് ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ശരീരത്തിന് പല മരുന്നുകൾ വെച്ച് മുറിവുകൾ സംഭവിക്കുമ്പോൾ വെച്ച് കെട്ടാറുണ്ട്. പക്ഷെ മനസ്സിനുണ്ടാകുന്ന മുറിവുകൾക്ക് പല പല സമയത്ത് നമ്മൾ പല രീതിയിൽ ആ മുറിവ് ഉണക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് ഉണങ്ങാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് കിടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് അത് പല സിറ്റുവേഷൻസ് വരുമ്പോൾ അത് പുറത്ത് ചാടും. അതായിരിക്കും പലപ്പോഴും പല ആൾക്കാരും മോശമായിട്ടുള്ള പല ചിന്തകളിലേക്കും പോകും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ എടുത്തു ചാടി പലതും ലൈഫിൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് വളരെ നമുക്ക് മോശമായിട്ട് സംഭവിക്കും. അതുപോലെ നമുക്ക് ചുറ്റിനും ജീവിക്കുന്നവർക്കും അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമതകളും അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇന്നൊരു സ്റ്റോറി വെച്ച് ഞാൻ തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ത്രീ സുഷ്മിത സെൻ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? സുഷ്മിത സെന്നെ അറിയാത്തവർ ഉണ്ടാവത്തില്ല. അപ്പോ സുഷ്മിത സെന്റെ ഇന്റർവ്യൂസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ പറ്റി അറിയാൻ സാധിക്കും. അതായത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു മൈൻഡ് ബോഡി ബ്രിഡ്ജിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സുഷ്മിതയുടെ ലൈഫ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ആക്ട്രസ് ആണ് അല്ലെ? നമുക്ക് അറിയാം മിസ് യൂണിവേഴ്സ് ആണ്. 1994 മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ചിട്ടുള്ള ആളാണ്. അത്രയും സ്റ്റാർഡത്തിൽ നിന്ന് ധാരാളം സിനിമകൾ ഒരുപാട് നിലയിൽ വളർന്നു നിൽക്കുന്ന ആ സമയത്താണ് സുസ്മിതയുടെ ജീവിതത്തിൽ സുസ്മിതയുടെ ആരോഗ്യം വളരെ മോശകരമായിട്ട് ബാധിക്കാൻ പല സിറ്റുവേഷൻസ് ലൈഫിലുണ്ടായ തിരക്കുകൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് ശരീരത്തെ ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഹെൽത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോയ സമയത്ത് അവർക്കൊരു അസുഖമുണ്ടെന്ന് കണ്ടെത്തി. കുറെ അസുഖങ്ങൾക്കിടയിൽ ഒരു രോഗത്തെ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തു. അതാണ് ആഡിസൺസ് ഡിസീസ് എന്ന് പറയും. ആ ഒരു രോഗം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിക്കുന്ന ഹോർമോൺസ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിനെ നമ്മുടെ വൈറ്റാലിറ്റി, നമ്മുടെ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട ജീവിതം എങ്ങനെയാണ് ജീവൻ മുന്നോട്ട് നിലനിർത്തേണ്ട പല ഓർഗാൻസിന് കൊടുക്കേണ്ട പല ഹോർമോൺസ്, ആ ഹോർമോൺസ് അവ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാനുള്ള എബിലിറ്റി കുറയ്ക്കുന്നു. ആ ശേഷി കുറയ്ക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് ആഡിസൺസ് ഡിസീസ്. അപ്പൊ ഇത് വന്നപ്പോ സുഷ്മിതയുടെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും സുഷ്മിതയോടൊപ്പം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് മെഡിക്കേഷൻസ്, ഒരുപാട് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ലൈഫ് ലോങ് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ സുഷ്മിത എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ട് നമ്മൾ പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം 1994 സുഷ്മിതയുടെ ആ ഒരു മിസ് യൂണിവേഴ്സ് പട്ടം ലഭിച്ച അന്നത്തെ ആ ദിവസത്തെ ആ ഒരു ചടങ്ങ് ഇപ്പോഴും യൂട്യൂബിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. അതേ ബോൾഡ്നെസ് ഉള്ള ഒരു ലേഡി, ഒരു സ്ത്രീ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തളർന്നു പോകുന്നത്? ഈ കാര്യം കേട്ടതും സുഷ്മിത പറഞ്ഞു, റെഫ്യൂസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എന്താണ്, എനിക്ക് ഒരിക്കലും എന്റെ ഈ ഒരു രോഗത്തെ എന്നെ ഒരിക്കലും കീഴ്പ്പെടുത്താനായിട്ട് എനിക്ക് നിന്ന് കൊടുക്കില്ല. എന്റെ ശരീരം ഫെയിൽഡ് ആയി കാണാം, പക്ഷെ ഒരിക്കലും എന്റെ മനസ്സ് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും പരാജയപ്പെട്ടില്ല. അത് എന്നോടൊപ്പം തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ശരീരത്തിന് ഇപ്പൊ ഇങ്ങനെ ഒരു അസുഖം ബാധിച്ചു എന്ന് വിചാരിച്ചാൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആരെയും കാണാതെ ഒരു വളരെ എന്തായി മാറാം, ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് മാറാം, ഇല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാം. പല രീതിയിൽ അവരുടെ സ്വഭാവം തന്നെ പെട്ടെന്ന് മാറാം. അങ്ങനെ ചിന്തിച്ചിരുന്ന ആ ഒരു സമയത്ത് അവർ സ്വയം മനസ്സിന് തന്നെ കൊടുത്തു, പോസിറ്റീവ് തോട്ട്സ് കൊടുത്തു. ചിലരെന്ത് ചിന്തിക്കും, എനിക്ക് ഇത്രയും വലിയൊരു നടിയായി മാറി, ഇത്രയും പൈസ ഞാൻ ഉണ്ടാക്കുന്നു, ഇത്രയും സ്റ്റാർഡം എനിക്കുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു, എന്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവരെന്ത് ചെയ്തു, താങ്ക് യു പറഞ്ഞു, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു. കാരണം എന്താണ്, എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ട്രെങ്ത് തരാനായിട്ട് വളരെ ഒരു ധൈര്യം എനിക്ക് തന്നതിന് ഞാൻ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. മെല്ലെ മെല്ലെ അവരെന്ത് ചെയ്തു, മനസ്സിന് കൊടുക്കേണ്ട കുറച്ച് ഹീലിംഗ് കാര്യങ്ങൾ അവർ കൊടുത്തു തുടങ്ങി. എന്തൊക്കെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്തു, ജേർണലിംഗ് ചെയ്തു, മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തു തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ ഊർജം, നഷ്ടപ്പെട്ടു പോയ അവരുടെ ഊർജം
അവരുടെ ആരോഗ്യം, അവരുടെ കോൺഫിഡൻസ് ഇവ റിട്ടേൺ ചെയ്യാൻ തുടങ്ങി, തിരിച്ചു വരാനായി തുടങ്ങി. അങ്ങനെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, തിരിച്ച് പൂർവാധികം ശക്തിയോടെ അവർ അവരുടെ ലൈഫിൽ തിരിച്ചു വന്നു. ഇത് അവരുടെ ലൈഫിലെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇത് ഒരു ഇന്റർവ്യൂവിൽ നിന്നും ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മനസ്സ് സ്ട്രെങ്ത്, ധൈര്യത്തെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം അതിനൊപ്പം ഫോളോ ചെയ്തു എന്ന് സുഷ്മിത തന്റെ ലൈഫിലൂടെ പഠിപ്പിച്ചു. സമന്ത, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നടി അല്ലെ, സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആണ്. സമന്തയ്ക്ക് ഇതുപോലൊരു ഓട്ടോമ്യൂൺ ഡിസീസ് അല്ലെ വന്നു, സ്കിന്നിന് വന്നു. പക്ഷെ അവര് ധൈര്യപൂർവ്വം ലൈഫിലെ ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷൻ സ്വന്തം പേഴ്സണൽ ലൈഫിൽ നടന്നു. അതിനോടൊപ്പം ഇങ്ങനെ ഒരു രോഗത്തെ അവര് വളരെ പവർഫുൾ ആയിട്ട് തന്നെ, സ്ട്രോങ് ആയിട്ട് തന്നെ അവർ നേരിട്ടു. ഇന്ന് ഒത്തിരി ലോകമെമ്പാടും അറിയപ്പെടുന്ന രീതിയിൽ അവർ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. അവിടെയും നമ്മൾ കണ്ടത് മനസാന്നിധ്യം, മനസ്സിന്റെ ആ ഒരു ഇതാണ്. നമ്മൾ വിചാരിക്കും ഇവർക്ക് ഒത്തിരി കാശുള്ളത് കൊണ്ടാണ് ഇവരെല്ലാവരും ഭയങ്കര സൂപ്പറായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്, എന്ത് പ്രശ്നം വന്നാലും ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. ഒരിക്കലുമല്ല. എത്രയോ പൈസ ഉണ്ടായിട്ടും മനസ്സിന് ആ ഒരു സന്തോഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നും ആകാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ധാരാളം പേര് നമുക്ക് ചുറ്റിനും ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്നും നമ്മളുടെ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ഒപ്പം ചേർക്കാം. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ, നിങ്ങളുടെ ഫാമിലിയിൽ ഒരു വെഡിങ് നടക്കുന്നു, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ സമയം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒത്തിരി നാൾ കാണാത്ത ബന്ധുക്കളെയൊക്കെ നമ്മൾ കാണുന്നു, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ആ ഒരു മൊമെന്റ്, നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ കുറെ തമാശകൾ പറയുന്നു. ആ ഒരു സമയം നിങ്ങൾ ആലോചിച്ചു, ഏതെങ്കിലും ഒരു വെഡിങ്ങോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചടങ്ങിന് നിങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയകാല സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു ഗെറ്റ് ടുഗദർ നമ്മൾ കൂടുന്നു. ആ സമയം നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കും? നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ വിഷമിച്ചിരിക്കും, എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവത്തില്ലേ? നിങ്ങൾ അഥവാ മനസ്സിന് ഭയങ്കര ലോ എനർജി നിന്നാൽ പോലും ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഒരു അന്തരീക്ഷം നമ്മൾ എന്താക്കും, എനർജറ്റിക് ആക്കും, ഗ്ലോയിങ് ആക്കും. നമ്മൾ അങ്ങോട്ട് പോയ ഒരാളായിരിക്കില്ല തിരിച്ചു വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ മാറത്തില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു ലൈറ്റ്, അതായത് ഒരു ഉള്ളിൽ എപ്പോഴും ഒരു പ്രകാശം ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സെലിബ്രേഷനിൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും. പക്ഷെ നമ്മളിപ്പോ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണെങ്കിലും ആ സമയം നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും അല്ലെ? നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ ഇന്നത്തെ ദിവസം, ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ടയേർഡ് ആയിട്ടാണോ ഇരിക്കുന്നത്? വിഷമിച്ചാണോ? ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾ ക്ഷീണിച്ചിരിക്കുവാണോ? ഡള്ളായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടോ? മനസ്സിന് ഭയങ്കര ഭാരം തോന്നുവാണോ? ഈ നിമിഷം നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ശരീരം ചെയ്യുന്നത്? നിങ്ങളിപ്പോ ഭയങ്കര ടയേർഡായി ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ, നടുവിന് ഒരു വല്ലാത്തൊരു വേദന? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ കാലിന് ഭയങ്കര ഒരു തരിപ്പ് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകും, ഷോൾഡറിന് ഭയങ്കര പെയിൻ തോന്നും, ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഭയങ്കര തലവേദനയൊക്കെ ആയിരിക്കും അല്ലെ? നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്നു, നമ്മളെല്ലാവരും ആ ഒരു പേരിട്ടാ വിളിക്കുന്നത്, ടെൻഷനാണ് എനിക്കെന്ന് പറയും. അപ്പോൾ ഒരു വിഷമമായിരിക്കാം, ഭയങ്കര ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കിടന്നുറങ്ങാൻ നോക്കും. പക്ഷെ കിടക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ഉറങ്ങത്തില്ല, ചിലപ്പോൾ ക്ഷീണമാണെങ്കിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകും. അപ്പൊ ആ സാഡ്നെസ് ഇരിക്കുമ്പോൾ നമ്മളെ ചിന്തകൾ തന്നെ നമ്മളെ ശരീരത്തിലേക്ക് എന്ത് കൊണ്ടുപോകുന്നു, എങ്ങനെ ഏതിലേക്ക് കൊണ്ടുപോകും? ഒരു പെയിനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കാം? നമ്മുടെ പുറത്ത് ഒന്നും തന്നെ, അതായത് നത്തിങ് ഔട്ട്സൈഡ് ചേഞ്ച്ഡ്, പുറമെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് യുവർ ഇമോഷൻ ദാറ്റ് ചേഞ്ച് യുവർ എനർജി. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷനാണ് നിങ്ങളുടെ എനർജിയെ അവിടെ, ഊർജത്തെ അവിടെ മാറ്റിമറിച്ചത് അല്ലെ? നമുക്ക് ആ ഒരു സാഡ്നെസ്, നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം ഫീൽ ചെയ്തു, എന്തോ ആയിക്കോട്ടെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻ കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെ എക്സ്റ്റേണൽ ബോഡിയിൽ ആ ഒരു മാറ്റം വന്നു, പെട്ടെന്ന് ഒരു പെയിൻ വന്നു. ഇതിനെയാണ് മൈൻഡ് ബോഡി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിലുള്ള ആ ഒരു പാലം, അതൊരു നൂൽപാലമായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ? കാരണം നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കോൺവേഴ്സേഷനിലാണ്. അവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലെ? നമ്മൾ അറിയില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല അതൊന്നും. പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് വരുന്ന ഓരോ ചിന്തകളും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഫിസിക്കൽ റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ വരും. നമ്മളിപ്പോ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയമാണ്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം പിള്ളേർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ കുഞ്ഞിനെ നന്നായിട്ട് വഴക്ക് പറയും, ഇല്ലെങ്കിൽ അതിനെ അടിക്കും അല്ലെ? കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ നോർമൽ ആകുമ്പോഴായിരിക്കും ആ കാര്യം ചിന്തിക്കുന്നത്, അയ്യോ എന്റെ കുഞ്ഞിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ. അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിനോട്, എന്ത് കാര്യം ആയാലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തോട്ട്, അൺവാണ്ടഡ് തോട്ട് കിടപ്പുണ്ട്, ഏതോ ഒരു മോശമായിട്ടുള്ള വേണ്ടാത്തൊരു ചിന്ത കിടന്നപ്പോൾ അത് തന്നെയാണ് ട്രിഗർ ചെയ്യിപ്പിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് അതിങ്ങനെ കയറ്റി വിടുന്നത്. അത് ചിലപ്പോൾ വേദനയായിട്ടായിരിക്കാം, ചിലപ്പോൾ അത്
ഒരു ആവശ്യമില്ലാത്ത റെസ്പോൺസ് ആയിരിക്കാം. സാധനങ്ങൾ എടുത്തെറിയുക, ആവശ്യമില്ലാത്ത റെസ്പോൺസ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ചിന്ത വരുവാണെങ്കിൽ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവും. എല്ലാവരും പറയാറുണ്ടല്ലേ, ഈ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആരാധനാലയങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടി. അത് ചിലപ്പോൾ എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല, എല്ലാ ഇങ്ങനെയുള്ള പ്രാർത്ഥനാലയങ്ങളിൽ പോയും കിട്ടാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എനിക്ക് പോയിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പോൾ അവിടെ എന്താണ്, ഒരു പീസ്ഫുൾ ഫീൽ എന്ന് വരുമ്പോൾ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവും. അപ്പോൾ ചില സമയം ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു തോട്ട്, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മൾ ഒരു ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മൾ കാണുന്നു. ചിലപ്പോൾ അതിനകത്ത് ഭയങ്കര വയലൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര ട്രാജഡി ആയിരിക്കും. അത് കണ്ടിട്ടിറങ്ങുന്ന സമയം മുതൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഭാരം നമുക്ക് തോന്നും. അതെന്താണ്, നെഞ്ചിന്റെ ഇവിടെ എന്തോ ഒരു, നമ്മൾ ഓർത്തില്ല, നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച പോലത്തെ ഒരു ഫീല്. കുറച്ച് ദിവസം ആ സിനിമ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ആ നിമിഷമൊക്കെ നമ്മൾ ചിലപ്പോൾ ആരോഗ്യം നമ്മുടെ പഴയകാല ഓർമ്മകളിൽ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്ത എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ബോഡി അതോടെ ടെൻഷനിലാവും. ആ ഒരു സമയം തൊട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ തുടങ്ങും. അത് പെയിൻ ആയിട്ട് പുറത്തു വരാൻ തുടങ്ങും. ചില സിനിമ കണ്ടിട്ട് നമുക്ക് ഭയങ്കര മൈഗ്രെയിൻ വരത്തില്ല. കാരണം ആ സിനിമയിലെ ഇമോഷൻസ് നമ്മുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ അനിയത്തിപ്രാവ് സിനിമ, ചില ആൾക്കാർ, ഞാൻ പണ്ട് പോലെ കേട്ടിട്ടുള്ള അനിയത്തിപ്രാവൊക്കെ സിനിമയൊക്കെ, ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദന ഫീൽ ചെയ്യും. സിനിമയുടെ എൻഡ് ഭയങ്കര ഹാപ്പി ആണെങ്കിലും ആ സിനിമയിലെ ആ ഒരു അഭിനേതാക്കളുടെ അഭിനയത്തിന്റെ ആ ഒരു അത്രയും ഒരു ഭംഗി കൊണ്ട് അതിലെ ഇമോഷൻസ് നമ്മളും കൂടെ കണക്ട് ചെയ്യും. നമ്മൾ അനിയത്തിപ്രാവ് കണ്ട് കരയാത്ത ഉണ്ടാകത്തില്ല അല്ലെ, ആകാശദൂത് സിനിമ അല്ലെ, അത് കണ്ട് കരയാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു സിനിമയുടെ ആ ഒരു ഇതുണ്ടല്ലോ, പെയിൻ ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ എടുക്കുകയും അതിലൂടെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് എന്താകും, നമുക്ക് ഒരു പെയിൻ ആയിട്ട്, ഒരു തലവേദനയായിട്ടോ ഒരു മരവിപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഒരിക്കലും സിനിമ കാണണ്ട എന്നല്ല പറയുന്നത്, ഞാനിത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞതാണ്. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ശരീരം കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഇൻവിസിബിൾ കണക്ഷനാണ്, നമ്മൾ അറിയില്ല, നിങ്ങൾ ആരും തന്നെ അറിയില്ല നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി പ്രതികരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഇമോഷൻസ് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ എനർജിയെ, നമ്മുടെ മൂഡിനെ, ഇതിനെ എല്ലാത്തിനെയും ബാധിക്കും. അപ്പൊ ഈ ഒരു മൈൻഡ് ബോഡി ബ്രിഡ്ജ് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു പാലം ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ എനർജി എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും, ഫ്രീ ആയിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഭയങ്കര കാമായിരിക്കും, ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് വീക്ക് ആണെങ്കിലോ നിങ്ങൾക്ക് എന്ത് പറ്റും, ടയേർഡ് ആയിരിക്കും അല്ലെ, ഒന്നിനും പറ്റുന്നില്ല, എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. കണ്ണിൽ കാണുന്ന എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കും, അത് പലതും പരീക്ഷ നോക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, പുറമേ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഉള്ളിൽ ശരിയൊരു ക്ലെൻസിങ് നിങ്ങൾക്ക് കിട്ടാതെ വരും. ആങ്ഷ്യസ് ആകും, എന്തിനും ഉത്കണ്ഠ ഫീൽ ചെയ്യും, ഡിസ്കണക്റ്റഡ് ആവും. ചുറ്റിനും ജീവിക്കുന്നവരുമായിട്ട് ഈ ഒരു സമൂഹത്തിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എന്നും ദുഃഖങ്ങൾ തന്നെ, എന്റെ ജീവിതം എന്നും മോശമായി പോകുന്നു, ഇത് ചെന്ന് നമ്മൾ പറഞ്ഞിരിക്കും. ചുറ്റിനുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സന്തോഷം, എനിക്ക് മാത്രം ദൈവം മോശം ആയിട്ടുള്ള കാര്യങ്ങൾ തരുന്നു. ഇത് ആലോചിച്ച് പഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ മനസ്സ് ഒരു സിമ്പിൾ ലാംഗ്വേജ്, സിമ്പിളായിട്ട് ഞാനിത് പറയുകയാണെങ്കിൽ, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിൽ എന്താണ്, രണ്ട് പാർട്ട് ഉണ്ട്. പണ്ട് മുതലേ പഠിച്ചിട്ടുള്ള, നിങ്ങൾ ഒത്തിരി വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊരു സൈക്കോളജി പരമായിട്ടുള്ളത്. നമ്മുടെ മനസ്സിന് രണ്ട് പാർട്ട് ഉണ്ട്. എന്താണ്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അല്ലെ. അതായത് നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്ന അറ്റ് പ്രസന്റ് നിങ്ങൾ അവെയർ ആയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. അതായത് അറ്റ് പ്രസന്റ് യുവർ ലോജിക്കൽ തിങ്കിങ്, നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്ന കാര്യം. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാളെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഓർമ്മകൾ, മെമ്മറീസ്, ഇതെല്ലാം ജീവിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ 95% നിങ്ങളുടെ ഡെയിലി ആക്ഷൻസ്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന നിങ്ങളുടെ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങളുടെ ശ്വാസം, നിങ്ങളുടെ ഹൃദയം, ഹാർട്ട് ബീറ്റ്, നിങ്ങളുടെ ഹാബിറ്റ്, ശീലങ്ങൾ, ഈവൻ ഇമോഷണൽ റിയാക്ഷൻ, നിങ്ങൾക്ക് ചിരിക്കണോ കരയണോ എന്താണ് ചെയ്യേണ്ടത്, ഈ റിയാക്ഷൻസ്, ഇതിനെല്ലാം നമ്മുടെ ഉപബോധ മനസ്സാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ കോൺഷ്യസ് മൈൻഡിലാണ് ഇതെല്ലാം കാണിക്കുന്നത്, അല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് 95% ആയിട്ടുള്ള മൈൻഡിലെ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. സോ നമ്മൾ ഇവിടെ ഈ ഉപബോധ മനസ്സിലോട്ട് നിങ്ങൾ നെഗറ്റിവിറ്റിയും അതുപോലെ ഫിയറും ഭയവുമാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത്. നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യും, അത് തന്നെ തിരിച്ച് നമുക്ക് തരും. സോ പക്ഷെ അതിന് പകരം നിങ്ങൾ ഇതിനകത്ത് വിശ്വാസം, ഗ്രാറ്റിറ്റ്യൂഡ്,
അതുപോലെ കാംനെസ്. ഇതെല്ലാം നമ്മുടെ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫെയ്ത്ത്, വിശ്വാസം, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, അതുപോലെ കാംനെസ്, ഇതെല്ലാം കൊടുത്താൽ നമ്മുടെ ബോഡി ഹീൽ ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആവും, ഊർജം, നിങ്ങൾക്ക് ആ ഉള്ളിൽ ഒരു ഊർജം നിങ്ങൾക്ക് ഉണ്ടാവുകയും ഗ്ലോ ചെയ്യും. നമ്മൾ പുറമേ ലേപനങ്ങളൊക്കെ ഒരുപാട് പുരട്ടും, ബ്യൂട്ടി പാർലറിലൊക്കെ പോകും അല്ലെ, എന്തൊക്കെ ചെയ്താലും മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും, നമ്മൾ എത്ര ഫേഷ്യൽ ചെയ്താലും അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല അല്ലെ. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ്, നമ്മൾ ഇന്നർ ബ്യൂട്ടി, നമ്മുടെ ഉള്ളിലെ ആ സൗന്ദര്യത്തെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ മനസ്സിന് എന്ത് വേണം? ഈ പറഞ്ഞ 3 കാര്യം എന്താണ്? നമുക്ക് ഫെയ്ത്ത് വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം, കാംനെസ് വേണം. ഇത് 3ഉം ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാറ്റിൽ ഒന്ന് ക്ലിയർ ആയെന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ചാറ്റിൽ ഇടുക. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, ഇനി ഈ ഒരു കണക്ഷന് പിന്നിലുള്ള സൈക്കോളജി എന്താണ് നിങ്ങൾക്ക് നമുക്ക് ഇതുമായി സൈക്കോളജി പരമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഹോർമോണുകളുണ്ട്. ഓക്കെ, ഞാനത് ഓരോന്നായിട്ട് പറഞ്ഞിട്ട് അതിന് ഓരോന്നും എക്സ്പ്ലെയിൻ, നമുക്ക് ഇനി ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങളെ പഠിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഇതെല്ലാം എന്താണെന്നുള്ള തിരിച്ചറിവ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ പലതരത്തിലുള്ള കെമിക്കൽസ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതില് ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഹോർമോൺ ഉണ്ട്. ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഹോർമോണാണ്. ഡോപ്പമൈൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. ഈ 4 ഹോർമോൺസ് നമുക്ക് എപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻഡ്യൂസ് ചെയ്താലും നമുക്ക് സന്തോഷം കൊണ്ടുവരും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. അതായത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ഇത് സ്ട്രെസ് വരുന്ന സമയത്ത് ഈ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാവും. ഫിയർ, നമുക്ക് ഭയം, ഉത്കണ്ഠ, ഇതൊക്കെ വരുമ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഭയങ്കര സന്തോഷകരമായിട്ടിരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ശ്വാസം, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ശ്വാസം ഭയങ്കര സുഖകരമാണ്. ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്രഷ് എയർ ഒക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും അല്ലെ. നിങ്ങൾക്ക് ആ ഒരു ഫീൽ, നമ്മുടെ ബോഡി പോലും, നമ്മൾ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നമ്മൾ എണീറ്റൊക്കെ റിലാക്സ് ആയിട്ടൊക്കെ നടക്കും. പക്ഷെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്തൊരു ഹാർട്ട് ബീറ്റ് കൂടും അല്ലെ, നെഞ്ചിൽ കൈ വയ്ക്കുമ്പോൾ പടപടായിടിക്കും, നമ്മുടെ കൈകളൊക്കെ വിയർത്തുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ സ്റ്റൊമക്കിൽ, വയറിൽ എന്ത് ചെയ്യും, ഭയങ്കര ടൈറ്റ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നെഞ്ച് ഇവിടെ എന്തോ ഒരു സാധനം ഒരു പുറത്തോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തും അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ചിന്തകൾ ലിറ്ററലി നിങ്ങളുടെ ബോഡിയിലോട്ട് ഇങ്ങനെ സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ഹീൽ യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി എന്ത് ചെയ്യും, ബൂസ്റ്റപ്പ് ചെയ്യും. അതോടെ നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ തോട്ട്സ്, എന്റെ ചിന്തകൾ. നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും ഒരു സെക്കൻഡ് അനലൈസ് ചെയ്യുക, ഞാനിപ്പോ എന്താ ആലോചിച്ചത്. നമ്മൾ ഗംഗ പറയല്ലേ, ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് ചോദിക്കത്തില്ല, അതേപോലെ ഞാനിപ്പോ എന്താണ് ചിന്തിച്ചത്. നിങ്ങൾ എന്തെങ്കിലും ഒരാളെ കുറിച്ചൊരു കുറ്റം പറയുവാണെങ്കിൽ ആ നിമിഷം ആലോചിക്കുക, ഞാനിപ്പോ എന്തിനാണ് അത് ഓർത്തത്, ഞാനത് പറയേണ്ട ആവശ്യമുണ്ടോ, ട്രിഗർ ചെയ്യിപ്പിക്കുക, മനസ്സിൽ ചോദിക്കുക, അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് അവിടെ വെച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഹീലിംഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ മെന്റൽ ഹീലിംഗ്, മാനസികമായിട്ടുള്ള ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരീരത്തിന് നമ്മൾ ഡോക്ടറെ പോയി കണ്ട് മരുന്നൊക്കെ മേടിക്കും. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖം വന്നു, ഡോക്ടറെ പോയി മരുന്ന് മേടിച്ചു. അതേ സമയം തന്നെ നിങ്ങൾ പറയുവാണ്, ഇങ്ങനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല, മരുന്ന് കഴിച്ചാലും കാര്യമൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴും മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, അപ്പൊ പിന്നെ ഇത് മാറൊന്നുമില്ല. ഈ ചിന്തയിൽ നിങ്ങൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ അസുഖം മാറാൻ പോകുന്നില്ല, സമയമെടുക്കും. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ച് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി കണ്ടിട്ട് വരുന്ന സമയം തൊട്ട് തന്നെ പോസിറ്റീവായിട്ട്, ഇതോടുകൂടി എന്റെ അസുഖം ഈ ഒരു ഡോസിൽ തന്നെ മാറും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ അസുഖം തീവ്രത കുറഞ്ഞ് നമ്മൾ 2-3 ദിവസത്തിൽ തന്നെ റിക്കവർ ആകും അല്ലെ. അപ്പോ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം, നമ്മുടെ ചിന്തകൾ. അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ, റിയൽ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഏതോ ഒരു ഘട്ടത്തിൽ എപ്പോഴാണ് നിങ്ങൾ
ഭയങ്കര അൺകൺട്രോളബിൾ ആയിട്ട് പൊട്ടിച്ചിരിച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പോ, ഹസ്ബൻഡിനൊപ്പോ, കുട്ടികളോടൊപ്പോ, വീട്ടിലുള്ള ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ ഇരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ടി വിയിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങൾ പൊട്ടിച്ചിരിച്ചത്? ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നമ്മളൊരു ഭയങ്കര തലവേദനയൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയൊരു മൈഗ്രെയിൻ ഒക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കാം. ആ സമയത്താണ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറയുമ്പോൾ നമുക്കൊന്ന് പുറത്തു പോവാം. അപ്പൊ നിങ്ങൾ ആ സമയം ഒന്നും പറയാതെ കൂടെ പോവുകയാണെങ്കിൽ ആ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന ആള് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങോട്ട് പോയ ആളായിരിക്കില്ല തിരിച്ചു വരുമ്പോഴും. ആ ഒരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ അറിയാൻ പറ്റും. ആ ബോഡി എന്താവും, ലൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു തൂവല് പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടും. അതൊരു മാജിക് അല്ല. കാരണം എന്താണ്, നമ്മുടെ ബോഡി മൈൻഡ് ആ ഒരു ആക്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഈവൻ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിൽ പറയുന്നത്, നമ്മൾ ഒരുപാട് പുഞ്ചിരി, അതായത് നമ്മൾ പൊട്ടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഭയങ്കര മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് നമുക്ക് കുറഞ്ഞു തുടങ്ങും. അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് വേണ്ട എന്താണ്, ലൈഫില് ചിരിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഞാനൊക്കെ ഒരുപാട് വർഷം ചിരി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എല്ലാരെയും കാണിക്കാനായിട്ട് ഒരു ചിരി ഇങ്ങനെ പാസ്സാക്കും എന്നല്ലാതെ എന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചിരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഞാൻ മനസ്സറിഞ്ഞ് ഒരു പ്രോഗ്രാം, ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ തന്നെ ഞാൻ എത്രയോ വർഷങ്ങൾ പല ഫംഗ്ഷന് പോകുമ്പോൾ ഉള്ളിൽ എന്തൊക്കെയോ ഭീതിയോട് കൂടിയാണ് ഞാൻ പോയിരുന്നത്. ആളുകളുമായിട്ട് ഇടപഴകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാരെയും കാണുക ഒരു ചിരി ചിരിക്കും. പക്ഷെ ആ ചിരി പോലും എനിക്ക് ഭയങ്കര പെയിനാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ എന്റെ ശരീരം അതിനനുസരിച്ച് എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭയങ്കര മോശമായ സിറ്റുവേഷൻ ആയിരുന്നു. ഒരു പ്രോഗ്രാം, ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ കിടപ്പിലാകും. അപ്പൊ എല്ലാരും പറയുന്നതാണ്, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നീ കിടപ്പിലായി പോകും. പക്ഷെ പിന്നീടുള്ള തിരിച്ചറിവാണ്, ആ ഫംഗ്ഷന് പോയപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള പല ട്രോമകൾ, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ പണ്ടുണ്ടായിട്ടുള്ള പല സിറ്റുവേഷൻസ് എനിക്ക് ആ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഓർമ്മ വന്നു. അതോടെ എന്ത് ചെയ്തു, ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് അസുഖം വന്നു, കിടപ്പിലായി. അപ്പൊ ഈ മൈൻഡ് ബോഡി കണക്ഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിന് പവർ ഉണ്ട്. നിങ്ങളുടെ ചിന്തകളാണ് ശരിക്കും നിങ്ങളുടെ മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്, ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് മനസ്സും ശരീരവും സെപ്പറേറ്റ് അല്ല. ഒന്നിനെ ബാധിച്ചാൽ മറ്റൊന്ന് ഓട്ടോമാറ്റിക്കലി അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് എന്താണ്, ഒരു ഫേമസ് കോട്ടാണ്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെ ആയിത്തീരും. ബ്രൂസ്ലിയുടെ വാക്കുകളാണ്. എന്താണ്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, ആസ് യു തിങ്ക് സോ ഷാൽ യു ബിക്കം. നിങ്ങൾ അത് തന്നെ ആയിത്തീരും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു, നിങ്ങളുടെ എത്രയാണോ ഏജ്, ഇപ്പൊ ഇവിടെ ഒരു 25+ ആൾക്കാർ ഇതിന്റെ ഈ ഒരു സെഷൻ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് ഏജിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ ഇത്രയും കാലത്തെ ചിന്തകളുടെ ഒരു ആകെത്തുക തന്നെയല്ലേ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തി. എത്രയോ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ചിന്തിച്ചതിന്റെ പേരിൽ എനിക്ക് ചില സിറ്റുവേഷൻസ് വന്നു ചേർന്നു. അവ കാരണം എന്റെ ലൈഫ് ഇങ്ങനെയായി മാറി തീർന്നു. ഈ ചിന്തകളല്ലേ നമ്മളെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ വാക്കുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് നിങ്ങളുടെ ഹൃദയം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എനർജിയാണ് നമ്മുടെ ലൈഫിന്റെ എസെൻസ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്, അത് നമ്മുടെ ഒരു പറയത്തില്ലേ, ഒരു ചാറെന്ന് പറയും. അതിന്റെ മൊത്തത്തിൽ ഒരു ലൈഫിന്റെ എസെൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഊർജ്ജമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു 90 ദിവസത്തെ ചലഞ്ച്, ഈ ഒരു 90 ഡേയ്സ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന 90 ദിവസത്തിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് എന്താണ്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാം. കാരണം നിങ്ങളുടെ മനസ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബോഡി ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അസുഖങ്ങളെ നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഉയർന്നു വരാൻ സാധിക്കത്തില്ല. നമ്മുടെ 90 ഡേ ചലഞ്ചിന്റെ പേര് തന്നെ റൈസ് അഗൈൻ 90 എന്നാണ്. 90 ദിവസത്തിൽ നിങ്ങളെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സ് ഓക്കെ അല്ല, ചിന്തകൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും പോസിബിൾ അല്ല. ഒരു ടയേർഡ് ആയിട്ടുള്ള ഒരു ബോഡി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ബോഡി ഒരിക്കലും നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളെ ഫോളോ ചെയ്യത്തില്ല. പക്ഷെ അതിന് പകരം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര സന്തോഷകരമായിട്ടുള്ള, സമാധാനമായിട്ടുള്ള മനസ്സാണെങ്കിലോ ആ ബോഡിയെ എനർജറ്റിക് ആയിട്ട് മാറ്റും, അല്ലെ? ഭയങ്കര ഊർജം നമുക്ക് കിട്ടും, അല്ലെ? അപ്പൊ നിങ്ങളുടെ ചിന്തകളെ അലൈൻ ചെയ്ത് ഫിസിക്കൽ എനർജിയും മെന്റൽ എനർജിയും ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ട്രൂ പവർ, നിങ്ങളുടെ ഓരോരുത്തരെയും, എന്റെ ഈ ഒരു സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആ ട്രൂ പവർ നിങ്ങൾക്ക് കിട്ടും. ഇതിനായിട്ട് നിങ്ങൾ പുറത്ത് എന്തിനും ഒരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങണ്ട. കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനെ അനലൈസ് ചെയ്ത് ഓരോ ദിവസവും സ്വന്തമായിട്ട് ചിന്തിക്കുക. അത് നമ്മൾ പറയാറില്ലേ, തത്വമസി എല്ലാവർക്കും അറിയും. എന്താണ് അത്? നീ തന്നെ ആകുന്നു, അല്ലെ? നമ്മൾ തന്നെ, അതായത് നമ്മൾ എന്ത് ചെയ്യും, അയ്യപ്പന്റെ ശബരിമലയിൽ പോകുമ്പോൾ
ഭഗവാനെ കാണാനാണ് നമ്മൾ പോകുന്നത്, ഈശ്വരനെ കാണാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം തത്വമസി എന്താണ്, അത് നീ തന്നെയാണ്, അതായത് നീ തന്നെയാണ് ഈശ്വരൻ എന്നാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ഈശ്വരൻ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എവിടെ ഗോഡിനെ എവിടെ സീക്ക് ചെയ്യണം, ദൈവത്തിനെ എവിടെ നോക്കണം വെച്ചാൽ എന്റെ ഉള്ളിലേക്ക് അകത്തേക്ക്. നിങ്ങളത് ഏത് വിശ്വാസിയാണെങ്കിലും നമ്മളെല്ലാരും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഹീലിംഗ് ജേർണി, നിങ്ങളുടെ മനസ്സിനെ നമ്മൾ ആ ഒരു ആറി തണുപ്പിച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിലെയും ലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നമ്മളൊന്ന് പിടിക്കണം, മുറുക്കെ പിടിക്കണം. കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഫിസിക്കലി നിങ്ങൾ ഹീൽ ചെയ്യണം, നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകളെ ഷേപ്പ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഇമോഷണലി നിങ്ങളൊന്ന് സ്ട്രോങ് ആകണം. അതിന്റെ കൂടെയാണ് കൺസിസ്റ്റൻസി വേണ്ടത്. എന്താണ്? സ്ഥിരത നിങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്താണ്? വല്ലപ്പോഴും അല്ല, ഇവിടെ പറയുന്ന ഓരോ കാര്യവും എന്തെങ്കിലും ഒരിക്കൽ ചെയ്ത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടി ചാടിക്കേറി കുറച്ച് ദിവസം ചെയ്ത അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സ്ഥിരത, എന്ത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, എനിക്കൊരു മാറ്റം അത്യാവശ്യമാണ്, ആ മാറ്റത്തിനായിട്ടുള്ള ഒരു ജേണിയിലാണ് ഞാനിപ്പോ. അതിനായിട്ട് എന്നോടൊപ്പം ഞാൻ എൻ്റെ ബോഡിയെ കൂട്ടുപിടിക്കുന്നു, എൻ്റെ ശരീരത്തെ കൂടെ ചേർക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഞാൻ മാറുമ്പോൾ എൻ്റെ രോഗങ്ങൾ മാറും, ഞാൻ ടോട്ടലി പുതിയൊരു വ്യക്തിയായിട്ട് മാറും. ഞാൻ അതിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോകാനായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്, കാരണം നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾക്ക് തുടങ്ങേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്നും സെപ്പറേറ്റഡ് അല്ല, അല്ലെ? രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ ഇതിൽ തന്നെയാണ് പോകുന്നത്, ഒരേ വള്ളത്തിൽ അല്ലെങ്കിൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവർ തന്നെയാണ് രണ്ടുപേരും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ ആയിത്തീരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നോ അത് തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യും. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറഞ്ഞുകൊണ്ട് മനസ്സിനോട് പറയുന്നെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. അസുഖം വരും, അസുഖം വരും, അസുഖം വരും നിങ്ങൾ ചിന്തിച്ചാൽ അത് തന്നെ വന്നു ചേരും. അതിന് പകരം പോസിറ്റീവായിട്ട് നിങ്ങൾ എടുത്താൽ അത് തന്നെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. നമ്മൾ ഓരോ ദിവസവും ഓരോന്നായിട്ട് പറഞ്ഞു പോകും, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒത്തിരി കാട് കയറി ചിന്തിക്കേണ്ട, പക്ഷെ സിമ്പിളായിട്ട് ആലോചിക്കുക. എത്രയും നാൾ ഞാൻ ചിന്തിച്ചത് എന്തൊക്കെയാണ്, ആ ചിന്തകൾ തന്നെ അല്ലേ എൻ്റെ ജീവിതത്തിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഇവിടെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ആ മോശകരമായിട്ടുള്ള തോട്ട്സിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. പുതിയതായിട്ട് മാറ്റി എഴുതുമ്പോൾ ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് മാറും. കാരണം എൻ്റെ അടുത്ത് അട്രാക്ട് ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. വാട്ട് ഇമാജിൻ യു ക്രിയേറ്റ്. നിങ്ങൾ എന്താണോ ഇമാജിൻ ചെയ്തത്, നിങ്ങളുടെ ചിന്തയിലൂടെ നിങ്ങൾ എന്തൊക്കെ ഇമാജിൻ ചെയ്ത് എടുക്കുന്നോ അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇന്ന് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? അപ്പോ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക്, നമ്മളുടെ 90 ഡേയ്സ് ചലഞ്ചിൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു പുസ്തകം, ജേർണലിങ്ങിന് ഒരു ബുക്ക് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരൊക്കെ ഞാൻ പറയാറുണ്ട്, നമുക്കൊരു പുസ്തകം, നമുക്കായിട്ടൊരു പുസ്തകം മാറ്റി വെക്കണം. അതിനകത്ത് എഴുതുക. ആദ്യത്തെ ഒരു ചോദ്യമാണ്, വാട്ട് കൈൻഡ് ഓഫ് തോട്ട്സ് ഡിഡ് ഐ ഫീഡ് ഇൻ മൈ മൈൻഡ് ടുഡേ? ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളാണ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊടുത്തത്? രാവിലെ മുതൽ, നിങ്ങൾ എണീറ്റപ്പം മുതൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും? ഒന്ന് മനസ്സിലേക്ക് ഒന്ന് റീവയർ ചെയ്ത് പോട്ടെ. നമ്മൾ ടേപ്പ് റെക്കോർഡിൽ പാട്ട് ബാക്ക്വേർഡ് ഒക്കെ അടിക്കത്തില്ലേ, അതേപോലെ നിങ്ങളൊന്ന് ബാക്ക്വേർഡ് ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് രാവിലെ എണീറ്റത് മുതൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചു? കിച്ചണിൽ നിന്നപ്പോ, കുളിക്കാൻ കയറിയപ്പോ, പല്ല് തേച്ചപ്പോ, ഭക്ഷണം കഴിച്ചപ്പോ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെട്ടപ്പോ, വീട്ടിലുള്ളവരുമായിട്ട് സംസാരിച്ചപ്പോ, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ കണ്ടപ്പോ, ഓഫീസിൽ പോയപ്പോ, എന്തൊക്കെയാണോ ആരൊക്കെയായിട്ട് ഞാൻ ഇടപെട്ടോ, ഇപ്പൊ കുറച്ചു മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് വരെയും ഞാൻ എന്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തതിനിടയിലായിരിക്കും വീഡിയോ ആയിട്ട് രൂപത്തിൽ ഇത് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു കാര്യം ക്ലിക്ക് ചെയ്തത്? ഈ ഒരു വീഡിയോ കാണണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണം എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനെന്തോ ഒരു ചിന്ത എന്നെ ട്രിഗർ ചെയ്തു. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. ഓക്കെ, ഈ ചിന്ത വന്ന സമയത്ത് എൻ്റെ ശരീരം എങ്ങനെ പ്രതികരിച്ചു എന്നത് രണ്ടാമത്തെ ചോദ്യം. അതായത് ഇങ്ങനൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോയപ്പോ ആദ്യം ആ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒന്ന് എഴുതിയിട്ട്
ഓരോ ചിന്ത വന്നപ്പോഴും നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് പ്രതികരിച്ചോ. ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല, ചിലപ്പോൾ ആ സമയം നമ്മുടെ ശരീരത്തിലുണ്ടായ ഒരു പെയിനോ ഇത് നമ്മൾ അറിയത്തില്ല. അത് അറിയാതെ പോകുന്നതാണ് കുറേ ദിവസം ഒരേ ചിന്ത കുറേ ദിവസം കണ്ടിന്യൂസ് ആലോചിക്കുമ്പോൾ അതൊരു രോഗത്തിലേക്ക് കൊണ്ടുവയ്ക്കും. നടുവേദന, കഴുത്ത് വേദന, തലവേദന, ശരീരം മുഴുവൻ ഒരു പെയിൻ, നീരുണ്ടാവുന്നത്, ഇത് നമ്മുടെ ബോഡിയിൽ തോട്ട്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അപ്പൊ മെല്ലെ നിങ്ങൾ ഹീൽഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മാറും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് ഒരു സെൽഫ് അനാലിസിസ് വേണം. അപ്പൊ ആദ്യം എന്റെ ചിന്തകൾ, അത് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചിന്തിച്ചു, എന്റെ ശരീരം അതിനനുസരിച്ച് എന്തൊക്കെ റെസ്പോണ്ട് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ഫുള്ള് പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും എഴുതണ്ട, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അതിനനുസരിച്ച് ബോഡി എന്ത് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് എഴുതുക. ഭയങ്കര ഹാപ്പി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ എഴുതും, അത് എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം, വേർ ഡിഡ് ഐ ഫീൽ സ്ട്രെസ് ഓർ റിലാക്സേഷൻ ഇൻ മൈ ബോഡി? എന്റെ ശരീരത്തില് എവിടെ, ഏത് ഭാഗത്താണ് ഞാൻ സാധാരണ ടെൻഷൻ അടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് എവിടെയാണ് സ്ട്രെസ് ഫീൽ ചെയ്തത്, ഒരു സമ്മർദ്ദം ഫീൽ ചെയ്തത്? എന്റെ ബോഡി, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ എന്റെ ശരീരത്തിലെ ഏത് ഭാഗം ഭയങ്കര റിലാക്സ്ഡ് ആയി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ ഇന്നലെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഇന്നലെ നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിനോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പെയിൻ ഉണ്ടാവും. പക്ഷെ ഇന്നലത്തെ ഒരു അവസ്ഥയിലല്ല നിങ്ങൾ ഇന്ന്. കുറച്ച് മാറ്റങ്ങൾ ഇന്ന് നിങ്ങളുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ, റിലാക്സ്ഡ് ആണെങ്കിൽ, ഏത് ഭാഗത്തിനായിരുന്നു ഇന്നലെ പെയിൻ, ഇന്ന് അത് മാറിയിട്ടുണ്ട്. ആ ചേഞ്ച് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനസ്സിലായോ? അത് എഴുതുക. അടുത്ത ചോദ്യം, വാട്ട് ഹെൽപ്പ് മീ ഫീൽ പീസ്ഫുൾ ഓർ ജോയ്ഫുൾ ടുഡേ? ഇന്നത്തെ ദിവസം ഭയങ്കര സമാധാനമായിട്ടും ഭയങ്കര ജോയ്ഫുൾ ആയിട്ട് സന്തോഷം കിട്ടാനായിട്ടുള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടാനായിട്ട് എന്തെന്നെ സഹായിച്ചു? നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടാനായിട്ട് എന്ത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിച്ചു? അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് ചോദ്യം, വാട്ട് വൺ സ്മോൾ ചേഞ്ച് ക്യാൻ ഐ മേക്ക് ടുമോറോ ടു സ്ട്രെങ്തൻ മൈ മൈൻഡ് ബോഡി ബ്രിഡ്ജ്? എൻ്റെ മനസ്സും ശരീരവും തമ്മിലുള്ള ആ ഒരു പാലം, അത് അത് കറക്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തി അതിനെ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ, അതിനെ ശക്തിപ്പെടുത്താനായിട്ട് എന്ത് കുഞ്ഞു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നാളെ ചെയ്യാൻ പോകുന്നത്? മനസ്സിലായോ? ഞാൻ നാളത്തേക്ക് ചെയ്യാൻ പോകുന്ന എൻ്റെ മനസ്സും എൻ്റെ ശരീരവും തമ്മിലുള്ള ആ ഒരു നൂൽപാലത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഞാൻ എന്ത് ചേഞ്ച് ആണ് കൊണ്ടുവരാൻ പോകുന്നത്? മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇനിയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ എൻ്റെ സെഷൻസ്, വീഡിയോസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ മാറ്റം കൊണ്ടുവരും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ദൃഢനിശ്ചയത്തിൽ എടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കത്തുള്ളൂ, ഇതിലേക്ക് വരാനായിട്ട് ഞാൻ റെഡിയാണ്, ഇങ്ങനെ നിങ്ങൾ എഴുതുക. ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. എന്ത് ചിന്തകളാണ് ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിലൂടെ കടന്നുപോയത്, എങ്ങനെയാണ് എൻ്റെ ശരീരം അത് പ്രതികരിച്ചത്, സ്ട്രെസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ സ്ട്രെസ് ആണോ ഫീൽ ചെയ്തത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഏത് ഭാഗം, എവിടെയാണ് ഞാൻ റിലാക്സ്ഡ് ആയത്, എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടെ പീസ്ഫുൾ ആയിട്ട് ആണോ എനിക്ക് തോന്നിയത്, സന്തോഷം തോന്നിയോ, എന്ത് മാറ്റമാണ് എൻ്റെ ബോഡിക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ, മൈൻഡ് ബോഡി സ്ട്രെങ്ത് ആക്കാൻ ഞാൻ ചെയ്യേണ്ടത്, നാളെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, മരുന്ന് വെച്ച് കെട്ടാതെ ആണ് പുറമേ നടക്കുമ്പോഴാണ് ഒരുപാട് രോഗങ്ങൾ നിങ്ങൾക്ക് വരുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. ഞാൻ ഒത്തിരി സമയം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ സെഷൻ കേൾക്കുന്നത് തന്നെ സമൃദ്ധിയിലെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസും ഒക്കെയാണ്. അപ്പൊ അവർക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു, എൻ്റെ ശരീരം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അവിടെ നിന്നൊക്കെ മാറ്റം സംഭവിച്ച് ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ, എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ചിന്തകളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എനിക്ക് പകർന്നു തരാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ, നിങ്ങളുടെ ജേർണൽ ബുക്കിൽ എഴുതിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എന്നെ അറിയിക്കുക. കാരണം ഇത് അത്യാവശ്യമാണ്. നമ്മൾ സ്വയം അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഞാൻ 90 ദിവസ ചലഞ്ച് പെട്ടെന്ന് ഒന്ന് നിങ്ങൾക്ക് കുറച്ച് അഫോർമേഷൻ ഇത് ഡെയിലി നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് കുറച്ച് ജേർണലിങ്ങിന് കുറച്ച് കാര്യങ്ങൾ തരുന്നു. മെന്റൽ റിലാക്സേഷൻ ടെക്നിക്സ് എവിടെ നോക്കിയാലും, യൂട്യൂബിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ വീഡിയോസിൽ മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ലെ, നിങ്ങളുടെ ലൈഫ് മാറി മറിയാൻ ഈ 7 വഴികൾ മതി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ലൈഫ് മാറി മറിയണമെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം. ഒരാളത് പറഞ്ഞു തരുമ്പോൾ അതിനുള്ള എഫേർട്ടും കൂടെ ഞാൻ എടുത്താലേ അതിനുള്ള മാറ്റം ഉണ്ടാവും. അപ്പൊ ഇന്ന് തന്നിട്ടുള്ള ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം നൽകി കഴിഞ്ഞാൽ
നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയും. അപ്പൊ അത് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. എനിക്ക് മെസ്സേജ് ആയിട്ട് അറിയിക്കുക. യൂട്യൂബിലെ വീഡിയോയിൽ കമന്റ് ആയിട്ട് ഇടുക. ആ ചേഞ്ച് നിങ്ങൾ മനസ്സിലാവുന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയുണ്ട്, അത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് പേര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഓക്കെ. അജിത അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? ഞാൻ രമ്യ. രമ്യ പറഞ്ഞോളൂ. അമ്മ പറഞ്ഞ കാര്യം കറക്റ്റാ. ഇത് ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ശരിയാ. തലവേദന വരുമ്പോഴും അങ്ങനെ ഓരോ വേദനകൾ വരുമ്പോഴും മാം പോയൊരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാ ശരീരത്തിന്റെ പ്രശ്നങ്ങള്. എനിക്ക് എപ്പോഴും അവനെ കാണുമ്പോൾ എന്നെ പോലെ ഫീൽ ചെയ്യും. അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തപ്പോ എനിക്ക് ഒത്തിരി റിക്കവർ ആയിട്ടുണ്ട്. ശരിക്കും മരുന്ന് കഴിച്ചാൽ മാറാത്ത കാര്യങ്ങളാ മാം തരുന്നത്. അതിന് ഒത്തിരി താങ്ക്സ് പറയുന്നു. ശരിക്കും പറഞ്ഞ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന കാര്യം തന്നെ നടക്കത്തുള്ളൂ. അത് എന്റെ അനുഭവത്തിൽ കൂടെ എനിക്കറിയാവുന്നതാ. അത് തന്നെയല്ല, ഈ ക്ലാസ്സിന് കയറി ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ക്ലാസ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയപ്പം ആദ്യത്തെ 2 ദിവസം എനിക്ക് പിന്നെ ക്ലാസ് എഴുതാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നിച്ചിരുന്നാ എഴുതിയത്. പക്ഷെ ഇത് എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് ഒത്തിരി എനിക്ക് എന്നെ ഒന്ന് അറിയാൻ പറ്റി. കുറച്ചൊക്കെ എന്റെ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് മടിയുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങള്. കുറച്ച് ഈ പറഞ്ഞ പോലൊക്കെ നമ്മുടെ ചിന്ത കൊണ്ടാ സമയം പോകുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരീരത്തിന് മടി തോന്നുന്നത് ഏറ്റവും വലിയ പ്രശ്നം ചിന്തയാണ്. അതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒക്കെ പോസിറ്റീവായിട്ട്, നെഗറ്റീവ് തോന്നുന്ന സമയത്ത് പോസിറ്റീവ് ആവാൻ ശ്രമിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലൊക്കെ പെട്ടെന്ന് അത് മാറും. നമ്മള് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോഴോ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴോ പെട്ടെന്ന് ഈ ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നിയ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴേ ക്ലാസ് വന്നത്. ശരിക്കും പറഞ്ഞാൽ എന്റെ മൈൻഡ് ശരിക്കും റിലീസായി. അത് വലിയൊരു കാര്യമാണ്. ശരിക്കും ഞാൻ വിചാരിക്കും കൃഷ്ണനായിട്ട് ആ മാമിന്റെ ക്ലാസ്സിന് കയറാൻ തോന്നിയെന്ന്. ഭഗവാന്റെ ഒരു ഇതുപോലക്ക് അത്രയ്ക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഇപ്പൊ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായാലും ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായാലും എനിക്കിപ്പം എന്നോട് തന്നെ തോന്നാറുണ്ട്, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ മാമിന്റെ ക്ലാസ് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നതിന്റെ ഒരു ഇതാ. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് തരും. ഒത്തിരി സമയം എടുക്കത്തില്ല. നമ്മൾ ഇതേപോലെ 1 മണിക്കൂർ വരുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പൊ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ. ഫ്രീ ക്ലാസ് ആണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കൂ. മാറ്റം ഓരോ ദിവസവും ഉണ്ടാവും. എനിക്കറിയാം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും ബിസിനസ് ചെയ്യുന്നവരാണ് അല്ലെ? നിങ്ങൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ക്ലാരിറ്റി കിട്ടി തുടങ്ങട്ടെ. ഓക്കെ, മനസ്സും ശരീരവും ഒക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ മാറ്റം വരും. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഷിജി. ഷിജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ ഷിജി. ഹലോ മാം. ഇന്ന് ഞാനിപ്പോ 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ ക്ലാസ്സിൽ കയറുന്നുണ്ടല്ലോ. അപ്പൊ വളരെ സിൻസിയർ ആയിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ ചെയ്തിട്ട് കിടക്കുന്നു. വൈകുന്നേരം ഒരു ഫുഡ് കഴിച്ചപ്പോ മീമുള്ളു കയറി സൗണ്ട് കംപ്ലീറ്റ് സ്ക്രാച്ച് വീണേക്കാം. അതെങ്ങനെ ഇരിക്കണം കേട്ടോ. എനിക്കുണ്ടായ ഒരു മാറ്റം എന്താണെന്നറിയോ? ഞാൻ ഏകദേശം ഒരു 8 വർഷത്തിനിപ്പുറം ഞാൻ ഇന്നൊരു കവിത ചൊല്ലി എന്നുള്ളതാ. കാരണം ഞാന് പാടുന്ന ഒരാളായിരുന്നു. പാട്ട് പാടുന്ന കവിതകൾ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുന്നത് 8 വർഷമായി ഞാൻ കവിത ചൊല്ലിയിട്ടുള്ളതാ. ഇന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പാടും. അടുത്തിരിക്കുന്ന ടീച്ചേഴ്സ് എന്നോട് ചോദിക്കുക, ഷിജി പാടുവോ? ഷിജിക്ക് കവിത ചൊല്ലാൻ അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ലാംഗ്വേജ് ടീച്ചറാണ്,
ഞാൻ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കവിത ചൊല്ലുക എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം അതാണ് മാം. കാരണം ഞാൻ ഫ്രീ ആയി, ഞാൻ മെന്റലി ഓക്കെ ആണ് എന്ന് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തു എന്നുള്ളതാ. ഞാൻ ഇന്ന് വന്നിട്ട് എന്റെ മോളോടും പറഞ്ഞു, November 1 സ്കൂളില് കേരളപ്പിറവിക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഞാനാണ് പാടുന്നത്. 8 വർഷത്തിന് ശേഷമുള്ള മാറ്റമാണ് മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ആ മനസ്സിന്റെ ആ കെട്ടുകളൊക്കെ അങ്ങോട്ട് വിട്ടിട്ടേ, ആ ആ ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പല പല പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ഒരു ബ്ലോക്ക് ആയിരുന്നു എനിക്ക്. അതിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റി. അതൊക്കെ മാമിന്റെ ക്ലാസ്സും അതിങ്ങനെ മാം പറഞ്ഞ പോലെ തന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അതിങ്ങനെ ഫോളോ ചെയ്ത് പോയതുകൊണ്ടാണ്. പിന്നെയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഹെൽത്ത് ഓക്കെ ആകട്ടെ. ഓക്കെ. ഓക്കെ. ഓക്കെ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അനുശ്രീ. ഇന്നത്തെ സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഫീൽ ചെയ്ത്? അതൊന്ന് പറയൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വന്നവരായതുകൊണ്ട്, പല ബാച്ചസിലുള്ളവരൊക്കെ ആയതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ അതാണ് പറയേണ്ടത്. ഓക്കെ, അനുശ്രീ കിട്ടുന്നില്ലല്ലോ. ഇല്ല. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയൂ. ഓക്കെ, അനുശ്രീ കിട്ടുന്നില്ല. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ ആയിട്ടുണ്ട്, പറഞ്ഞോളൂ. മാം, എനിക്ക് ഇന്നത്തത് വളരെയധികം യൂസ്ഫുൾ ആയോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ആയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് എൻ്റെ ജോലി പോയി. അപ്പം ഞാൻ ഒന്നും ചെയ്യാണ്ടായിരുന്നു ജോലിയൊക്കെ പോയത്. അപ്പം അതിന്റെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, കുഴപ്പമില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? അല്ല മാം, മെന്റലി ഫിസിക്കലിയും ഭയങ്കര ഡൗൺ ആയിരുന്നു ഈ ഒരു വീക്ക് ഫുള്ള്. അപ്പം എനിക്ക് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് മാമിന്റെ ലെവൽ 1 കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, നമുക്കത് ഞാൻ സംസാരിച്ചല്ലോ. ഓക്കെ. പിന്നെ മൈൻഡിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു മൈൻഡിൽ നെഗറ്റീവ് തോട്ട് കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കറിയാം ആ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ലെവൽ എന്താണെന്ന് എനിക്കറിയാം, എന്റെ പൊട്ടൻഷ്യൽ എനിക്കറിയാം. പക്ഷെ ആ ഒരു സംഭവത്തിലേക്ക് മാത്രം നമുക്ക് ഫസ്റ്റ് കയറി വരാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അതായത് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് ഇപ്പം. അതായത് സാരമില്ല, കുഴപ്പമില്ല അനുശ്രീ. എനിക്ക് എന്നെ കണക്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല അനുശ്രീ. ഇപ്പോ ചിന്തിക്കുന്ന ഇന്ന് സംസാരിച്ച അനുശ്രീ ആയിരിക്കില്ല ഇനിയിപ്പോ ഞാൻ ഒരു മാസമാണ് പറയുന്നത്. ഒരു മാസം കഴിയുമ്പോൾ വരുന്നത്. ഓക്കെ, ഞാൻ ഇതുപോലുള്ളൊരു വ്യക്തിയായിരുന്നു. എവിടെ പോയാലും എനിക്ക് സംസാരിക്കാനായിട്ട് ഒരു സ്പേസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു 5 മിനിറ്റ് ചിരിച്ചുകൊണ്ട് സംസാരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഏതെങ്കിലും ഒരു പഴയകാല ഓർമ്മ എന്നെ ട്രിഗർ ചെയ്യും. പെട്ടെന്ന് കരയും എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ ഇരിക്കുന്ന ആളുകൾ കൊണ്ട് ചിലപ്പോൾ കരയാറുണ്ട്. അതായത് അങ്ങനെയാണ് ഞാൻ പൊക്കോണ്ടിരുന്നത്. അവിടെ നിന്നും എനിക്ക് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ വ്യക്തികളും അനുശ്രീ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അതായിരുന്നു പറഞ്ഞിരുന്നത്. മാറ്റങ്ങൾ വരും. സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ ഇങ്ങനെ കുറച്ചുപേര് മെസ്സേജുകൾ അയച്ചതിന്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ ഈ ഒരു 90 ഡേയ്സ് ചലഞ്ച് തുടങ്ങിയത് തന്നെ. മനസ്സിലായോ? അപ്പൊ അതിലൂടെ നിങ്ങൾ എവിടെ ഹീലിങ്ങിന് പല സ്ഥലങ്ങളിൽ പോയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്ക് 90 ഡേയ്സിൽ തരാൻ പോവാണ്. നമ്മൾ തുടക്കമായിട്ടേ ഉള്ളൂ, പുറമേ നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. അതിനാണ് ആ 5 ദിവസത്തിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പൊ ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ അഡ്രസ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ദിവസവും ഹീലിങ്ങിനായിട്ടുള്ള ഓരോ ടെക്നിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിക്കോളും. ഒരു മാസം കഴിയുമ്പോൾ അനുശ്രീ ഇതുപോലെ വന്ന് സംസാരിക്കണം. ഓക്കെ, ഹാപ്പി ആയിട്ട് സംസാരിക്കണം. ഓക്കെ, എല്ലാം ഓക്കെ ആവും, എല്ലാം ക്ലിയർ ആവും. മനസ്സിലായോ? താങ്ക് യു, ലവ് യു. ഓക്കെ, അജിത. ഗുഡ് ഈവനിങ് മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഓക്കെ, നേരത്തെ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. ഓക്കെ,
പറഞ്ഞോളൂ. മാം ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് ഇന്നലെ മൊത്തം വണ്ടർ ആയതാ ഞാൻ. കാരണം ഇന്നലത്തെ ആ ഒരു ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇരുന്ന് ചിന്തിച്ചു. ഞാൻ ഇതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതുവാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്താ വെച്ചാൽ നമ്മള് എന്താണ്, ഞാൻ എന്താണ്, ഈ ഒരു വ്യക്തി എന്താന്ന് നമുക്ക് എത്രത്തോളം ഈ ഒരു ലൈഫിൽ ഒരു ജന്മം തന്നിട്ട് പോലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് പോലും ഇന്ന് വരെ ചിന്തിക്കാത്ത ഒരു കാര്യം ഇന്നലെ ഒരു ദിവസം ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഫീലായി. കാരണം ഞാന് അതുകൊണ്ടാണ് ഞാൻ അതിന്റെ വോയിസിൽ വന്നിട്ട് തന്നെ പറയാനുള്ള ഒരു കാരണം. അതുപോലെ എനിക്ക് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബോട്ടിക്ക്. അങ്ങനെ വലിയ രീതിയിൽ വളരണോ, ഒരുപാട് പേര് അറിയപ്പെടുന്ന, നമ്മള് ജീവിച്ച് മരിക്കാൻ എല്ലാവർക്കൊണ്ടും പറ്റൂലോ. പക്ഷെ നമ്മള് മരിക്കുമ്പോഴേക്കും, നമ്മൾ ആ ഒരു അവസാനം ആവുമ്പോഴേക്കും നമ്മള് നല്ലൊരു 2 തലമുറയെങ്കിലും നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറണോ, ചുമ്മാ ജീവിച്ച് മരിക്കാന്നുള്ളതല്ല. അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. ഒരുപാട് വെച്ചാല് എന്നെ പറയാം, എന്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വലിയ സ്വപ്നങ്ങളാന്ന് പറയും. അത്രയും സ്വപ്നങ്ങളുണ്ട് ഉള്ളില്. അപ്പൊ അതിനൊക്കെ ഒരു വ്യക്തിനെ ദൈവം എന്റെ മുന്നിൽ കൊണ്ടുവന്നതാണ് മാഡത്തിന്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് ദൈവം കൊണ്ടുതരും എന്ന് പറയൂല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയൂല്ലോ നമ്മള്. അപ്പൊ അതുപോലൊരു വ്യക്തിത്വമാണ് എനിക്ക് മാഡം എന്ന് പറഞ്ഞാല്. കാരണം എനിക്ക് എന്താ പറയാ, നമ്മുടെ ദൈവം നേരിട്ട് വരില്ലല്ലോ, നമ്മൾ ഓരോ ആളുകളുടെ രൂപത്തിലല്ലേ വരിക. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. കാരണം എന്റെ ലൈഫിൽ ഞാൻ തേടിയതാണ് ഇതുപോലെ ഒരു ആളെ. താങ്ക് യു സോ മച്ച്. ഇന്ന് ഫുള്ള് മനസ്സ് നിറഞ്ഞ ദിവസമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയില്ല. ഞാനിവിടെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയാറുണ്ട്, ഒരു ദിവസം എന്റെ മുന്നിൽ ആ ഒരു വ്യക്തിത്വം വരും, എന്റെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റിയ ഒരാള്. കാരണം അത് ഭയങ്കര വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മള് പറയൂലോ രോമനീച്ച് നിക്കാന്നൊക്കെ പറയൂലോ. മാമിന്റെ ഓരോ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വീഡിയോ ഓൺ ആക്കിയിരുന്നത്. അത്ര ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നതില്. കാരണം ഇന്നാലും ഞാൻ പുറത്ത് പോയിട്ട് വേഗം ഓടി വന്ന്, ആ ടൈമിന് ഞാൻ ഓടി വന്ന് വേഗം മേല് കഴുകി വേഗം ഇതിന്റെ മുന്നിൽ ഇരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി ഓടി വന്നേ. കാരണം അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. അത്രേ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വിജയിക്കുന്നല്ല. അപ്പൊ അത്രത്തോളം എനിക്ക് ആ ഒരു, കാരണം എന്റെ ലൈഫിൽ എന്റെ ഡ്രീം മാത്രമല്ല, ഞാൻ എന്ന വ്യക്തിയെ മൊത്തത്തിൽ ചേഞ്ച് ആക്കാൻ പറ്റിയുള്ള ഒരു സംഭവമാണ് എന്റെ കൈകളിൽ ദൈവം ഇപ്പൊ തന്നിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സും അതുപോലെ ഈ ഓരോ ചോദ്യങ്ങളും ഞാൻ 5 ക്വസ്റ്റ്യൻസും ഞാൻ എഴുതി വെച്ചിന്. ഇന്നലെ എഴുതിയ പോലെ മനസ്സിരുത്തി നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തോട്ട് വിട്ട് നല്ല മനസ്സറിഞ്ഞ് എന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് എന്താണോ എനിക്ക് സത്യമായിട്ട് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഈ ഒരു നോട്ടിൽ എഴുതി വെച്ച്, ഇതാണ് എന്റെ ഇനി മുന്നോട്ടുള്ള ലൈഫ് എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ഒരു നോട്ട് എല്ലാ കാര്യങ്ങളും എന്റെ മനസ്സാണിത്. അപ്പൊ ഇതുപോലെ എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. ലവ് യു. അജിത പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും ഈ ഒരു പുസ്തകം ഒരു മുതൽക്കൂട്ടാവട്ടെ. കാരണം അതാണ് ഞാൻ പുതിയൊരു ബുക്ക് എടുക്കണം എന്ന് പറഞ്ഞു. ആ ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ വേറെ ആരെയും കാണിക്കരുത്. സ്വന്തം മനസ്സിനോട് തന്നെ ചോദിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉത്തരങ്ങൾ, അതെ ശ്രീജ കാണിക്കുന്നുണ്ട്, അത് മനസ്സിനോട് ചോദിക്കൂ, ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾ വേറെ എവിടെയും ഒന്നും തേടി പോവണ്ട. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ ക്ലെൻസ് ചെയ്യാനുള്ള വഴികളും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. നല്ല രീതിയിൽ നമുക്കിത് തുടർന്ന് ഒത്തിരി മാറ്റങ്ങൾ വരട്ടെ. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാർക്ക് കൂടെ മാറ്റങ്ങൾ കൊടുക്കണം. ആദ്യം വേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെ, ഒപ്പം ജീവിക്കുന്ന ഹസ്ബൻഡിനും മക്കൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും മാറ്റങ്ങൾ വരണം. അത് കഴിഞ്ഞ് നമുക്ക് ചുറ്റിനും നമ്മളെ സംസാരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെ. അപ്പൊ അതിനുള്ള ഒരു തുടക്കം ഞാൻ ഇവിടുന്ന് സമൃദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങി തരുന്നു. നിങ്ങൾ ഓരോരുത്തരും അതിന്റെ വഴികാട്ടികളായിട്ട് മാറണം. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? റബിതയെ കൂടെ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റബിത പറഞ്ഞോളൂ. മക്കളടിയാ പിന്നെ ഞാൻ കേൾക്കുന്നില്ല.
ഇല്ല. കേൾക്കുന്നില്ല റബിത. ഹലോ. നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് മനസ്സും ശരീരവും, നമുക്ക് ഇതിൽ നിന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് നാളത്തെ ക്ലാസ്. ഓരോ ദിവസവും ഇങ്ങനെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നെ അറിയിക്കുക. പുസ്തകത്തിലും കൂടെ എഴുതുക, ആ ബുക്കിലും കൂടെ എഴുതുക, ഞാൻ എന്തൊക്കെ മാറുന്നുണ്ടെന്ന് എഴുതുക. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ ജേണലിന്റെ ആദ്യത്തെ നിങ്ങൾ ബുക്ക് എഴുതി 90 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് എഴുതിയ ആദ്യത്തെ ദിവസം എഴുതിയ ചോദ്യങ്ങളും ആ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എടുത്ത് വായിച്ചു നോക്കുക. അതിനിടയിൽ അതൊന്നും നോക്കരുത്. ആ ചേഞ്ച് എന്ത്, നിങ്ങൾ എത്രത്തോളം മാറി, നിങ്ങളുടെ ശരീരം എത്രത്തോളം മാറി, മനസ്സ് എത്ര മാറി, നിങ്ങൾ എന്നുള്ള വ്യക്തി ടോട്ടലി എത്ര ചേഞ്ച് ചെയ്തു എന്നുള്ളത് അതിൽ നിന്നും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്, ലവ് യു ആൾ.